വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത് എന്തുകൊണ്ടാണ് 95% പേരും ഈ ട്രേഡിങ്ങിൽ വന്ന് പരാജയപ്പെടുന്നത് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് വിപണി നിങ്ങളോട് ഒന്നും കടപ്പെട്ടിട്ടില്ല, പക്ഷേ അച്ചടക്കത്തോടെ നീണ്ട ഗെയിം കളിക്കുന്നവർക്ക് അത് കൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുറുക്ക് വഴികൾ പിന്തുടരുന്നത് തുടരാം, പക്ഷേ നമുക്ക് ഒരു വ്യത്യസ്തമായ 20 സ്ട്രാറ്റജികൾ നമ്മൾക്ക് ആവശ്യമില്ല ഒരു ട്രേഡ് നമ്മൾക്ക് സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ആൾക്കൂട്ടത്തെ പോലെ ചിന്തിക്കുന്നത് നിർത്തുന്നത്, അപ്പോഴാണ് നമ്മൾക്ക് വിജയം പതുക്കെ വരാൻ തുടങ്ങുന്നത്. അച്ചടക്കം ആക്ച്വലി സ്ട്രാറ്റജിയെ മറികടക്കുന്നു. വിജയികളെയും പരാജിതരെയും തോറ്റുപോകുന്നവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മാനസിക വശമാണിത്. നമ്മൾക്കിനി 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സിനെ പരിചയപ്പെടാം. ട്രേഡർ എക്ക് 65% സമയവും വിജയിക്കുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി കയ്യിലുണ്ട്. ട്രേഡർ ബിക്ക് 45% സമയം മാത്രം വിജയിക്കുന്ന ഒരു സംവിധാനം കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ട്രേഡർ എ ഈ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. വൈകാരികമായിട്ടുള്ള ഭയപ്പാടുകൾ വരുമ്പോൾ, ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ഭയപ്പെടുമ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജികളെല്ലാം ഒഴിവാക്കുന്നു. വികാരഭരിതനാകുമ്പോൾ അവൻ തൻ്റെ റിസ്ക് ഇരട്ടിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. കാര്യങ്ങൾ ഉടനടി റിസൾട്ട് കിട്ടാതാകുമ്പോൾ ഒരു തന്ത്രത്തിൽ നിന്ന് മറ്റൊരു തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് ട്രേഡർ എ കീപ്പ് ഓൺ ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് നമ്മൾ കാണുന്നത് ട്രേഡർ ബി ആണ്. ഒരു ആർമി ഡിസിപ്ലിനോട് കൂടി, അതായത് ഒരു സൈനിക തലത്തിലുള്ള അച്ചടക്കത്തോടു കൂടി തൻ്റെ സിസ്റ്റത്തെ പിന്തുടരുന്നു. ഓരോ എൻട്രിയും ഓരോ എക്സിറ്റും ഓരോ സ്റ്റോപ്പ് ലോസും ഒരു റോബോട്ടിക് സ്ഥിരതയോടുകൂടെ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ട്രേഡ് കഴിയുമ്പോഴും ഓരോ ജേണൽ എൻട്രിയും മാർക്ക് ചെയ്യപ്പെടുന്നു. ട്രേഡർ ബി ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മിക്ക ട്രേഡേഴ്സും തെറ്റായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് നമുക്ക് സത്യസന്ധമായി വിശകലനം ചെയ്ത് നോക്കാം. എല്ലാ പുതിയ ട്രേഡേഴ്സും അവരുടെ സമയത്തിൻ്റെ 90% സമയവും പാഴാക്കുന്നത് സ്കാൽപ്പിങ്ങിൽ നിന്ന് സ്വിങ്ങിൽ നിന്ന് പ്രൈസ് ആക്ഷനിൽ നിന്ന് ക്രിപ്റ്റോയിൽ നിന്ന് ഫോറക്സിലേക്ക്, പിന്നീട് ഓപ്ഷനിലേക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അല്ലേ, മാർക്കറ്റ് വളരെ അസ്ഥിരമാണ്. അല്ലേ, സ്ഥിരതയില്ലാത്ത മാർക്കറ്റായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി വളരെ പിന്നിലാണ്, ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന ഈ സ്ട്രാറ്റജി പ്രവർത്തിക്കുന്നില്ല എന്നതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്താണ്? നമ്മുടെ സ്ട്രാറ്റജി ചെയ്യുന്നതിലെ പിഴവാണ് ഇവിടുത്തെ പ്രശ്നം. സ്ഥിരതയോടുകൂടി നമ്മളൊരു സ്ട്രാറ്റജി ഫോം ചെയ്തിട്ട് ആ ചെയ്യുന്ന സ്ട്രാറ്റജി കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നമ്മളുടെ ആ സ്ഥിരതയില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഒരു ട്രേഡിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ട്രേഡേഴ്സ് പലപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വളരെ നേരത്തെ മാറ്റി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ സ്റ്റോപ്പ് ലോസിൻ്റെ പ്ലേസ് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇത്തവണ അമിതമായി ലിവറേജ് എടുത്തു, അല്ലെങ്കിൽ അമിതമായി പൊസിഷൻ എടുത്തു എന്ന് ട്രേഡേഴ്സ് പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടില്ലേ? അവ നമ്മളുടെ തന്ത്രപരമായ പോരായ്മകളല്ല, അവ നമ്മളുടെ സ്ട്രാറ്റജിപരമായ പോരായ്മകളല്ല, അവ അച്ചടക്ക ലംഘനങ്ങളാണ്. അച്ചടക്കം എന്നത് ഒരു ദൈനംദിന ശീലമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അച്ചടക്കം എന്നത് നിങ്ങൾക്ക് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒന്നാണെന്ന് ആളുകൾ കരുതുന്നു. പക്ഷേ അത് യഥാർത്ഥ അച്ചടക്കം ഒരു കഴിവല്ല. ഏതൊരു വൈദഗ്ധ്യത്തെ പോലെയും അത് പരിശീലനത്തിലൂടെ മാത്രമേ മെച്ചപ്പെടുകയുള്ളൂ. നമ്മൾ അച്ചടക്കം അവഗണിക്കുമ്പോൾ അത് ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം രാവിലെ ഉണരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണരാൻ കഴിയുന്നില്ലെങ്കിൽ, ആ പറഞ്ഞ സമയത്ത് ഉണരാൻ കഴിയുന്നില്ലെങ്കിൽ, ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. പകൽ സമയത്ത് നിങ്ങളുടെ പ്രേരണകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ നിരന്തരം ഹ്രസ്വകാല വികാരങ്ങൾക്ക് വഴങ്ങുകയാണെങ്കിൽ, നിങ്ങൾ അതേ പാറ്റേൺ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ അച്ചടക്കത്തിലേക്കും കൊണ്ടുവരും. മാർക്കറ്റ് തുറക്കുമ്പോൾ നിങ്ങൾ ഓണാക്കുന്ന ഒന്നല്ല അച്ചടക്കം എന്ന് പറയുന്നത്. മാർക്കറ്റ് അടയ്ക്കുമ്പോൾ നിങ്ങൾ നിർമ്മിക്കുന്ന ഒന്നാണത് അച്ചടക്കം എന്ന് പറയുന്നത്. മാർക്കറ്റ് അടയ്ക്കുമ്പോൾ നിങ്ങൾ നിർമ്മിക്കുന്ന ഒന്നാണ് അച്ചടക്കം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയിലും എല്ലാ ദിവസവും നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലും നിങ്ങളുടെ ദിനചര്യകളിൽ അത് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ ദിനചര്യകളിൽ നിങ്ങളുടെ അച്ചടക്കം പ്രകടമാണെങ്കിൽ അത് ട്രേഡിങ്ങിലേക്കും കൊണ്ടുവരാൻ വളരെ ഈസിയാണ്. മിക്ക ആളുകൾക്കും അച്ചടക്കത്തോടെ തുടരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് ചെയ്യേണ്ട സമയം വരെ, അതായത് നമ്മളൊരു ട്രേഡ് ചെയ്യേണ്ട സമയം വരെ അച്ചടക്കം വളരെ മികച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് വൈകാരികമാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷനുമായിട്ടുള്ള കണക്റ്റഡ് ആണ്. നമ്മളുടെ വികാരങ്ങൾ ശക്തമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ 4 ദിവസമായി തുടർച്ചയായി വിജയത്തിൻ്റെ പാതയിലാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ട്രേഡും നമ്മൾ വിജയിച്ചു. 4 ദിവസവും നമുക്ക് വിജയം കിട്ടി. ഒടുവിൽ ഒരു നല്ല ട്രേഡ് സെറ്റപ്പ് നമ്മൾ ട്രേഡിങ്ങിന് ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? പക്ഷേ അത് നമ്മളുടെ പ്ലാനിൻ്റെ ഭാഗമല്ലെങ്കിലും ആ ട്രേഡ് എടുക്കാൻ നമ്മൾ പ്രേരിതരാകുന്നു, അല്ലെങ്കിൽ ആ ട്രേഡിലേക്ക് നമ്മൾ കടക്കുന്നു. കാരണം നമ്മൾക്ക് 4 ദിവസമായിട്ട് 4 വിജയകരമായ ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? പക്ഷേ ആ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഫലം നഷ്ടമാണെങ്കിലും, അല്ലെങ്കിൽ ആ ട്രേഡ് വിപരീതമായിട്ട് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാലും, നമ്മളുടെ ഈ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയരുന്നു, അല്ലേ? പക്ഷേ ആ ഒരു സെയിം സമയത്ത് തന്നെ ആ ഒരു ട്രേഡ് നമ്മൾ എടുത്ത ട്രേഡ് നമ്മൾ നഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിപണി നിങ്ങളെ താഴ്ത്തുന്നു.
അച്ചടക്കമില്ലാത്ത ട്രേഡേഴ്സിനെ വിപണി തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ വിജയവും അഹങ്കാരത്തെ നമ്മളെ പോഷിപ്പിക്കുന്നു, അല്ലേ? ഓരോ വിജയവും നമ്മളുടെ അഹങ്കാരത്തെ ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ നഷ്ടവും പ്രതികാരത്തിന് കാരണമാകുന്നു, അല്ലേ? പതുക്കെ നമ്മൾ മനസ്സിലാകാതെ തന്നെ നമ്മളുടെ പദ്ധതി പിന്തുടരുന്നത് നിർത്തുന്നു, നമ്മളുടെ സ്ട്രാറ്റജി പിന്തുടരുന്നത് നമ്മൾ നിർത്തുന്നു. അങ്ങനെ തോൽവിയിലേക്കുള്ള നമ്മളുടെ പാത നമ്മൾ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അച്ചടക്കം എന്നാൽ എന്താണ്? അച്ചടക്കം എന്നാൽ ഒരു കാര്യം ഒരേ രീതിയിൽ കാണിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മളുടെ റിസൾട്ട് വിജയിക്കുകയോ അല്ലെങ്കിൽ തോൽക്കുകയോ രണ്ടിലൊന്ന് സംഭവിക്കും, അല്ലേ? എന്നാൽ എല്ലാ ട്രേഡിൻ്റെയും 100ൻ്റെ ഒരു പരമ്പരയിലെ ഒന്നായി പരിഗണിക്കുക എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. അതായത് 100 ട്രേഡ് ചെയ്യുമ്പോൾ അതിലെ ഒരു ട്രേഡ് എന്ന് പറയുന്നത് അതിൻ്റെ പരമ്പരയിലെ ഒന്ന് മാത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വിരസമായിട്ട് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് നിരാശജനകമായിട്ട് തോന്നാം, അല്ലെങ്കിൽ നമ്മൾ മന്ദഗതിയിലാണെന്ന് നമ്മൾക്ക് തോന്നാം. എന്നാൽ പ്രതീക്ഷ കൈവെടിയാതെ അച്ചടക്കത്തോടെ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അച്ചടക്കം നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറണം. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജി മാത്രം പോരാ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം? ലോകത്ത് ആയിരക്കണക്കിന് ലാഭകരമായ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ അവയെല്ലാം എന്താണ് ആവശ്യപ്പെടുന്നത്? അവയെല്ലാം നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിയമങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഒരു റൂൾസ് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അവയെല്ലാം നിങ്ങൾ റിസ്ക് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു, അല്ലേ? ഈ പറയുന്ന സ്ട്രാറ്റജികളെല്ലാം നിങ്ങൾ റിസ്ക് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതും കൂടാതെ അവയെല്ലാം നിങ്ങൾ നഷ്ടങ്ങൾ ഇടയ്ക്ക് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മികച്ച നേട്ടം പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. ഇതാണ് യാഥാർത്ഥ്യമായ സത്യം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ജോലി ആക്ച്വലി എന്താണ്? ഇവിടെ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് വലിയ വിജയം നേടുകയല്ല. എന്നാൽ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ചെറുതായി തോൽക്കുകയും നമ്മളുടെ വിജയങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഗെയിം ആക്ച്വലി എന്താണ്? ട്രേഡിംഗ് എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുന്നത് അതിജീവനമാണ്, റിസ്ക് നിയന്ത്രണമാണ്. ഫലം നിർണ്ണയിക്കുന്നത് നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾ നഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നതിനെ ആശ്രയിച്ചാണ്. മിക്ക ട്രേഡേഴ്സും ട്രേഡിംഗ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ട്രേഡിംഗ് നമ്മൾക്ക് ഒരു കെണിയാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരു ശരാശരി തുടക്കക്കാരൻ ഒരു ട്രേഡിംഗ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ട്രേഡിംഗ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഒരു 10000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 50000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലേ? ആവേശഭരിതമാണ്, ദൃഢനിശ്ചയമാണ്. അപ്പോൾ വേഗത്തിൽ നമ്മളുടെ പണം ഇരട്ടിപ്പിക്കാൻ നമ്മളുടെ അക്കൗണ്ട് ചെറുതായി തോന്നുന്നതിനാൽ ഞാൻ വിജയിച്ചാൽ ഒരു ട്രേഡിൽ എനിക്ക് 20% അല്ലെങ്കിൽ 30% റിസ്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതാണ് ഒരു ശരാശരി ട്രേഡിംഗ് ആരംഭിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത്. ഞാൻ വിജയിച്ചാൽ ഞാൻ വളരെ പെട്ടെന്ന് അത് ഇരട്ടിയാക്കും. കാരണം എന്താണ്? 20% 30% റിട്ടേൺ എനിക്ക് കിട്ടിയാൽ ഞാനത് ഇരട്ടിയാക്കാമെന്ന് വിചാരിക്കുന്നു. യുക്തി വൈകാര്യപരമായി അർത്ഥവത്താണ്, അല്ലേ? ഈ യുക്തി നമ്മൾ ഇമോഷണലി നോക്കുമ്പോൾ അത് അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ദുരന്തമാണ്. കാരണം ഒരു ട്രേഡ് അവർക്കെതിരെ തിരിയുന്ന നിമിഷം അത് നമ്മളുടെ ക്യാപിറ്റൽ മൂലധനം 30% കുറയും, അല്ലെങ്കിൽ 20% കുറയും. ഒരു മോശം ട്രേഡും കൂടി ആ സമയത്ത് വന്നാൽ 60% നമ്മളുടെ ക്യാപിറ്റൽ കുറഞ്ഞു പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സമ്മർദ്ദം ആരംഭിക്കുന്നു, പ്രതികാര ട്രേഡിംഗ് ആരംഭിക്കുന്നു, അമിതമായി ട്രേഡിംഗ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? അക്കൗണ്ട് ഇല്ലാതായി പോകുന്നു. ട്രേഡിംഗ് ഒരു തട്ടിപ്പാണെന്ന് അവർ പറയുന്നു. പക്ഷേ വിപണി അന്യായമായിട്ട് ഒന്നും ചെയ്തില്ല. അത് എല്ലായ്പ്പോഴും ചെയ്യുന്നത് ദുർബലമായ റിസ്ക് മാനേജ്മെന്റിനെ തുറന്നു കാട്ടി. അത് അത്യാഗ്രഹത്തെ ശിക്ഷിച്ചു. അത് ക്ഷമയ്ക്ക് പ്രതിഫലവും കൂടെ നൽകി. ചെറിയ റിസ്കിന്റെ ശക്തി നമ്മൾക്ക് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ശരാശരി ഒരു തുടക്കക്കാരൻ ട്രേഡിങ്ങിൽ വന്ന് പരാജയപ്പെട്ടു പോകാനുള്ള കാരണം എന്ന് പറയുന്നത്.